വൈ ഡു വി ടേക്ക് ഹോളി കമ്മ്യൂണിയൻ? കർത്താവിൻ്റെ തിരുശരീരം അല്ലെ തിരുരക്തവും എന്തിനാണ് നമ്മൾ അനുഭവിക്കുന്നത്? പാർട്ട് 1 കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇത് പാർട്ട് 2. പാർട്ട് 1 ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ കമാൻഡ് ഫ്രം ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപായിട്ട് അവസാനത്തെ ലാസ്റ്റ് സപ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, തിരുവത്താഴം നമ്മൾ മലയാളത്തിൽ പറയും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി എന്തിനാ വന്നതെന്നും തൻ്റെ ശരീരം നമുക്ക് തന്നെന്നും തൻ്റെ രക്തം നമുക്കായിട്ട് മറുവിലയായിട്ട് തന്ന് ഒരു പുതിയ നിയമം സ്ഥാപിച്ചു എന്ന് ദൈവം തമ്പുരാൻ ഉറപ്പിച്ച് പറഞ്ഞേച്ചു പോയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ കമാൻഡ്. എപ്പോൾ നിങ്ങൾ കൂടുമ്പോഴും ഇത് ചെയ്യുവീൻ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22:19. എന്നാൽ രണ്ടാമത്തെ പോയിന്റ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ സഭയെ ഞാൻ പണിയും. ചില സമൂഹങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുമ്പിൽ നിൽക്കുന്ന വലിയ പാസ്റ്ററോ അല്ലെങ്കിൽ അധികാരികളോ ഒക്കെ നമ്മൾ വിചാരിക്കും ഇവരാണ് ഇതിൻ്റെ അധികാരം. നോ 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 നോട്ട് അറ്റ് ഓൾ. വി ആർ ഓൺലി, ഞാൻ എപ്പോഴും ദൈവമേ യു ആർ ദി ഓണർ, വി ആർ ദ കസ്റ്റോഡിയൻ. വലിയ ഡിഫറൻസാണ്. പുത്രൻ തമ്പുരാൻ പോലും പിതാവിനെ മാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടേത് നാമെന്ന് പറയാനൊന്നുമില്ല. കർത്താവ് പറഞ്ഞു ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. വായിച്ചു നോക്കാം. എൻ്റെ സുവിശേഷം 10:14-16 വരെ. 10:14-16 വരെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കണ്ടോ, ദൈവം തൻ്റെ ജീവനെ കൊടുത്തത് ഓർപ്പിക്കാനാണ്. ദൈവം തൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ പാപത്തിൽ, നമ്മൾ പാപം അല്ലായിരുന്നു, സൃഷ്ടിച്ചപ്പം പാപമില്ലായിരുന്നു, പക്ഷെ പാപത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നല്ല ഇടയൻ കടന്നു വന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, ഞാനാണ് ഇടയൻ, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾ. നമ്മൾ ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് അവനോടുകൂടെ ചേർന്ന് നിൽക്കാൻ പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 13:13 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടിയിരിക്കുന്നു. ഇതാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സഭ പണിയുമ്പം നമ്മൾ അധികാരി എന്ന് പറയുകയല്ല, വി ആർ സ്റ്റുവേർഡ്സ്. ദൈവം അധികാരിയും നമ്മളവൻ്റെ കാര്യവിചാരകനുമായി മാറും. അതായിട്ടുണ്ടോ? സ്ത്രീകളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്കൊരു പ്രയാസം വീട്ടിലുണ്ട്, നമ്മൾ പിന്നെ സ്വസ്ഥമായിട്ടിരിക്കത്തില്ല. നമ്മൾ ഭർത്താക്കന്മാർ നമ്മളോട് പറയുന്ന ആശ്വാസത്തിനാണ്, പക്ഷെ പിന്നെ നമ്മളത് പറഞ്ഞ് വീട്ടിൽ കലക്കം ഉണ്ടാക്കി കോളമാക്കി വെക്കും. നമുക്ക് ശാന്തതയോട് ദൈവസന്നിധി ചെന്ന് പറയാൻ അറിയാമോ? അല്പം എന്നറിയാം. എല്ലാ ഭവനങ്ങളിലും ഒരു പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ചെറിയ മുറി ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയുള്ള ചിലരെ എനിക്കറിയാം. അപ്പോൾ അവർ ആ പ്രാർത്ഥനാ മുറി കയറി കഴിഞ്ഞാൽ അവിടുത്തെ അപ്പച്ചനും ആളുടെ പ്രാർത്ഥനാ മുറിയിലാണ്, അനക്കാനൊക്കത്തില്ല, ആരും വന്നാലും. ഞങ്ങൾ ഈ തിരുവല്ലായിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പം ആദ്യമേ നന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താമസിക്കും. അപ്പോൾ മേളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. താഴെയെല്ലാം വെള്ളം വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാരും അവിടുത്തെ ആളുകളൊക്കെ വന്നു വെച്ച് എന്നെ കാണാൻ വരും. അപ്പോൾ താഴെയുള്ളവർ വേറെയാണ്, താഴെ ഒരു പറയും മാഡം പ്രാർത്ഥിക്കുകയാണ്, ഇറങ്ങി വരത്തില്ലെന്ന് പറയും. കറക്റ്റ്, ദേ നെവർ ബോതേഡ് മീ. ഒറ്റ പ്രാവശ്യം പോലും ഞാൻ അവരെ കണ്ടിട്ടുമില്ല, കാണേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഐ ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ലിവിങ് ഗോഡ്. എൻ്റെ കാര്യങ്ങളെല്ലാം അതിവിശിഷ്ടമായിട്ട് ചെയ്യുന്നൊരു ദൈവത്തിന് മുമ്പ് ഞാൻ നിൽക്കുമ്പം എനിക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനെന്തിനാ അവിടെയെങ്കിലും ഓടി നടക്കുന്നത്? കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ദൈവം ചെയ്തു തന്നിട്ടുമുണ്ട് ഞാൻ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം, എന്നെ മിക്കവരും അവിടുത്തെ അതോറിറ്റീസ് കണ്ടിട്ടില്ല. ബിക്കോസ് ഐ ഹാവ് എ കണക്ഷൻ വിത്ത് ദ ലിവിങ് ഗോഡ്. ആ ഒരു അനുഭവം അനുഭവിച്ചറിയുന്നവർക്കേ അത് അറിയത്തുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ കാര്യം തന്നെ അതിമനോഹരമായിട്ട് ദൈവം ചെയ്തു തരും. പരീക്ഷിച്ച് നോക്ക്. രണ്ടാമത്തെ പോയിന്റ്, യോഹന്നാൻ്റെ സുവിശേഷം 13:13, 20, 28 അതും കൂടെ വായിക്കാം. 20 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അതാണ്
എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവാണ്. അപ്പോൾ യേശുവിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ, കുർബാന അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവത്താഴ് അല്ലെങ്കിൽ കർത്തൃമേശ അനുഭവിക്കുമ്പോൾ അവനെ അയച്ചവനായ പിതാവിനെ കൂടെ ഉൾക്കൊള്ളുകയാണ്. മനസ്സുകൊണ്ട് കാണും പിതാവ്, പുത്രനെ, പരിശുദ്ധ, അവരുടെ 3 തല ഒരുപോലെ ചിന്തിക്കുകയാണ്. ദേ മേ ബി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ബിക്കോസ് ഹോളി സ്പിരിറ്റ് ക്യാൻ ബി എനിവെയർ എവ്രിവെയർ, ഓമിനി പ്രസൻറ്റ്. പിതാവ് സ്വർഗത്തിൽ, പുത്രൻ തമ്പുരാൻ ഇപ്പോൾ സ്വർഗത്തിൽ, പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി. ഇവർ 3 പേരും കൂടെ ഒരുപോലെ നിൽക്കുന്നത് പോലെ നമ്മളും ആ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നം ആ ഭൂമിയിൽ വലുതായിട്ട് തോന്നിക്കുന്നതെല്ലാം മെൽറ്റഡ് ഡൗൺ, അഴിഞ്ഞു പോകട്ടെ. അതാ വേറെ പുറത്ത് പറയുന്നില്ലേ, പിന്നെ ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആരെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ എന്നെ പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണെന്ന്. അപ്പം യേശുക്രിസ്തു തിരിച്ചെന്ന്, ജഡരക്തങ്ങളല്ല ഇത് പറഞ്ഞത്, ബർയോന ഷിമോനെ, ഞാൻ ഈ സത്യത്തിൽ ആലയം പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരായിട്ട് നിൽക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ഒരു കമാൻഡ്, തൻ്റെ സഭയെ പണിയുന്നത് യേശു. ആ ഒരു തല മാറ്റി പല പേരിടുന്നതൊക്കെ അങ്ങ് മാറ്റ്, കുറേ കൂടെ അങ്ങ് മാറ്റി വെച്ച് നമുക്ക് കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ പഠിക്കാം. 3, ജീസസ് പ്രൊവൈഡ്സ് ഫോർ ദ ചർച്ച്. തരേണ്ടത് ജോലി കർത്താവിൻ്റെയാണ്. നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാനായിരിക്കും. ഞാൻ പറയുന്നത്, നമ്മളതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പിരിക്കാൻ പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഈ ഒരു വിഷയത്തിന് വേണ്ടി ഒന്ന് എടുത്ത് നോക്കിക്കേ. ഹാവ് യു എവർ ഡൺ ഇറ്റ്? ആലോചന. ദാവീദ് എല്ലാത്തിനും ആലോചന ചോദിച്ചെന്ന്. ദാവീദ് ഭൂമിയിൽ വെച്ച് അറിയപ്പെട്ട ഒരു രാജാവ്, ഇസ്രായേൽ ജനതയുടെ വിസ്തീർണം ഏറ്റവും കൂടുതലാക്കിയ ആൾ. ഇന്നും സ്വർഗത്തിൽ ചെല്ലാമെങ്കിൽ ദാവീദിൻ്റെ തലയിൽ മാത്രം കിരീടം ഇരിക്കുന്നതാണ്. ഇത് ബുക്കുകളിൽ നിന്ന് വായിച്ചിട്ടുള്ളതാണ്, ഞാൻ അല്ലാതെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനകത്ത് വേദപുസ്തകത്തിലെ ഭാഗമല്ല. പക്ഷേ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നെങ്കിൽ രാജ്യത്വം അവൻ്റെ മേലുണ്ട് എന്ന്, അതുകൊണ്ടാണല്ലോ യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. രാജകീയ പദവി തന്നെയാണ്. ഗോഡ് ജീസസ് പ്രൊവൈഡ്സ് ഫോർ ദ ചർച്ച്. 4, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയം വേദനിക്കരുത്. അത് യോഹന്നാന്റെ സുവിശേഷം 14, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വിശ്വസിക്കുന്ന ആദ്യ പിതാവിൽ, എന്നിൽ. അപ്പോൾ പിതാവും പുത്രനും ഒന്നാണ്. ജീസസ് പ്രൊവൈഡ്സ് എ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഫോർ ദ ചർച്ച്. അതായത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു പുതിയ ചർച്ചാണ് നമുക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 21:43. ദൈവം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാക്കി നമ്മളെ ആക്കിയിരിക്കുക. നമ്മൾ അത് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവിനോട് പറയാറുണ്ട്, പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ എക്സലൻ്റായിട്ട് അവരെ ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന്. മീഡിയോക്കർ അല്ല, വി എയിം ഫോർ ദ ഹയസ്റ്റ്. ഞാൻ നിർബന്ധമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത പദവിയിൽ ഇരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക. ജോസഫിനെ പോലെ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് കാണുക. എസ്തറിനെ പോലെ അവർ നിൽക്കുമ്പോൾ രാജദണ്ഡ് നീട്ടുന്നതായിട്ട് കാണുക. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോടൊക്കെ ഞാൻ പറയും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ച് ഉയർന്ന പദവി ഇരിക്കുന്നതായിട്ട് കണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ ചോദിക്കണം. ചോദിച്ചില്ല എങ്കിൽ കിട്ടത്തില്ല. ഒരു ആത്മീക സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 21:43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഫലം കായ്ക്കുന്നില്ല എങ്കിൽ അത് ദൈവം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. അത് തന്നെയല്ലേ യഹൂദന്മാർക്ക് വന്നിട്ട് അവരുടെ ഇടയ്ക്ക് വന്നിട്ട് ഇസ്രായേൽ ദൈവത്തെ സ്വീകരിക്കാഞ്ഞതിനാൽ ജാതികളിലേക്ക് പകരുകയാണ്. പൗലോസ് സുവിശേഷം തുടങ്ങിയപ്പം യഹൂദന്മാർ സ്വീകരിക്കുന്നതിന് ജാതികളുടെ ഇടയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഈ സുവിശേഷം പടരുന്നത്. അപ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ ചർച്ച് മെമ്പേഴ്സ്, നമ്മൾ ചർച്ചിൻ്റെ അംഗങ്ങളാണ്. 6, ദ സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ആർ ഇൻസെപ്പറബിൾ. യോഹന്നാൻ്റെ സുവിശേഷം 3:6. ഇത് വളരെ പ്രധാനപ്പെട്ടുണ്ട്. ആത്മാവും പിന്നെ ദ വേർഡ് സ്പിരിറ്റും, ആത്മാവും വചനവും. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, വചനത്തിൽ അവരങ്ങനെ തീ കത്തി നിൽക്കുന്നു. പക്ഷെ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ കർത്തൃമേശ എടുക്കണം. ബിക്കോസ് ഇറ്റ്സ് എ കമാൻഡ്. ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കിയെല്ലാം ഉണ്ട് അവിടെ. ചിലയിടത്ത് വചനം മാത്രം എടുക്കും. ചിലർ വേർഡ് ആത്മാവിനെ കുറിച്ച് മാത്രം പറഞ്ഞേച്ച് അവർ പിന്നെ വചനമില്ലാതായിട്ട് ബാലൻസ് അല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. സോ ആത്മാവിനെയും വചനത്തിനെയും രണ്ടായിട്ട് കാണില്ല. ഇത് രണ്ടും ഒരു നദിയാകണം. അവിടെയാണ് അതിശയം നടക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ഡോണ്ട് സെപ്പറേറ്റ് മീ എന്നെ. അതായത് ദിസ് ഈസ് വെരി സിമ്പിൾ എക്സാമ്പിൾ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുന്ന ഭവനം. ഭർത്താവിനെ മാറ്റിയാൽ കുഞ്ഞുങ്ങൾ ദേ ബിക്കം ഓർഫൻസ്.
അപ്പനില്ലെങ്കിലും ഞാനങ്ങ് വളർത്തി. ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാം ഞാൻ വളർത്തി, എനിക്ക് പൈസ ഉണ്ടാക്കി. ഈ പൈസ ഉണ്ടാക്കാവുന്ന ഒരു ലെവൽ വന്നതോടെ കുടുംബം നശിക്കുകയാണ്. കാരണം മണി ഈസ് ആത്മാവില്ലെങ്കിൽ അതൊരു ഈവിൾ സബ്സ്റ്റൻസായി മാറുക. അപ്പം ഭർത്താവിൻ്റെ ആ കർത്തൃത്വം, അതായത് ഭാര്യയുടെ തല ഭർത്താവാണെന്നും ഭർത്താവിൻ്റെ തല ദൈവമാണെന്നും മറന്നു കഴിഞ്ഞാൽ കുടുംബം ഛിദ്രമായി. അപ്പം പിശാച് അപ്പനെ മാറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ അനാഥരായി. ശരിയാ, ഞാൻ വളർത്തും, ഞാൻ അവരെ വലുതാക്കി. എന്ത്? ഇറ്റ്സ് എ വോയിഡ് വിച്ച് യു ക്യാൻ നോട്ട് കംപ്ലീറ്റ്. പണം കൊണ്ടല്ല, വേറൊരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സത്യം മനസ്സിലാക്കുക. ഈ തലമുറയോട് ആര് പറയും, വിളിച്ചു പറയും? വിവാഹം കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പം പുറത്ത് രാജ്യങ്ങളിലോട് ചോദിക്കുന്നത്, ഞങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു, ചാരത്തിൽ ഞങ്ങളങ്ങ് മാറും. ദാറ്റ് ഈസ് ദ വേ ദേ ഈവൻ തിങ്ക്. അല്ല, ഇതൊരു കവനൻ്റാണ്, ഇതൊരു പുതിയ നിയമമാണ്, ഇതൊരു ഉടമ്പടിയാണ്, ഇത് ജീവിത അന്ത്യം വരെ എന്നൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കെ വാഗ്ദത്തം കൊടുക്കുമ്പം യു നെവർ ഗിവ് എനി ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. ചർച്ച് ഈസ് ബിൽറ്റ് ബൈ ഗോഡ്. ഞാൻ പറയുന്നത്, ഈ 60 വയസ്സിന് മേളിലുള്ള എന്നെ കേൾക്കുന്ന അനേക പെൺമക്കളോട് ഞാൻ പറയാം, വൈ ഡോണ്ട് യു ഗെറ്റ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ഗിവിങ് മെസ്സേജ്? പെരയുടെ മുകളിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിനകത്തിരുന്ന് സമയമെടുത്ത് 2 മണിക്കൂർ എടുത്തിരുന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അവർ വെച്ച്, നിങ്ങൾ എന്തെടുക്കുന്നത്? പുറത്തൊന്നും വരാറില്ല. അതെൻ്റെ ആൻറ്റി, ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ 7 തൊട്ട് 6 മണി, 7 തൊട്ട് 8 വരെ ഞാൻ എൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം. ദാറ്റ് ഷുഡ് ബി ദ വേ. സഭയെ പണിയാനുള്ള മക്കളെ ഉണ്ടാക്കേണ്ട കാലത്ത് സമയം വൃഥാവാക്കല്ലേ. 5-6 പോയിൻ്റ് ഞാൻ പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിയൻ എടുക്കുന്നതിനെക്കുറിച്ചാണ്. സഭ പണിയുന്നതിന് ഇതൊക്കെ ആവശ്യമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ കമാൻഡാണ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് എൻ്റെ സഭയെ പണിയുന്നത്. കർത്താവാണ് ചർച്ചിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളല്ല. ഇതിന് നമ്മുടെ ഹൃദയം ഇതും പറഞ്ഞുകൊണ്ട് വ്യസനിക്കേണ്ട. ചിലർ പള്ളി തുടങ്ങി വെച്ച് ദരിദ്രരാകുന്നെന്ന് പറഞ്ഞു. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അല്ല, സ്വർഗം മുഴുവനും സ്വർഗവും സ്വർഗാദി സ്വർഗവും നമ്മുടെ ദൈവത്തിനാണ്, നമുക്കുള്ളത് ദൈവം തരത്തില്ലേ? അപ്പോൾ വി സ്റ്റാർട്ട് ഇൻ ദ റോങ് പ്ലേസ്. ദൈവത്തിന് തരാൻ അറിയാം. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. ജീസസ് പ്രൊവൈഡ്സ് ഫോർ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് സ്പിരിറ്റ് ആൻഡ് വേർഡ്. ആത്മാവിനെയും വചനത്തിനെയും വിഭജിക്കരുത്. ലെറ്റ് ഇറ്റ് ബി ടുഗെദർ. ഒരു നദിയായിട്ട് ഒഴുകട്ടെ. അനുഗ്രഹം കടന്നു വരട്ടെ. സെപ്പറേഷൻ മാറട്ടെ. ദൈവനാമത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചൊഴുകട്ടെ. ഈ ജീവിതത്തിൽ അപ്പനെ മാറ്റി നിർത്തി വെച്ച് അമ്മമാർ ഞാൻ കാണിക്കാമെന്ന് പറയുമ്പം കർത്താവിൻ്റെ തലയാണ് മാറ്റിവെച്ചത്. ദൈവം കമാൻഡ് ചെയ്തിരിക്കുന്നത് ബി അണ്ടർ മൈ ഇൻസ്ട്രക്ഷൻ. പുതിയൊരു നിയമമാണ്. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് വേണ്ടി തന്നത്. ഇനി എന്താണ് ദൈവം ചെയ്യേണ്ടതെന്ന് പറ. സ്വന്തം പുത്രനെ തന്ന പിതാവ് മുകളിൽ നോക്കിയിരിക്കുന്നു. അല്പം കൂടെ വിനയവും ജ്ഞാനവും പരിജ്ഞാനവും സ്ത്രീകൾക്കിട്ട് തരണം. അല്പം കൂടെ ബുദ്ധിയും ജ്ഞാനവും കാര്യപ്രാപ്തിയും പുരുഷത്വവും പുരുഷനിട്ട് കൊടുക്കണം. കുടുംബം ഒന്നിച്ച് നിർത്താൻ വിളക്ക് പിടിക്കേണ്ടവർ വഴിയോരത്ത് നടക്കാൻ വിടരുതേ. തിരിച്ചുവിടെ കടത്തി കൊണ്ടുവാപ്പിച്ച എൻ്റെ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ചേർച്ചിലെ അംഗങ്ങൾ ഒരെണ്ണം പുറത്തു പോകരുതേ. അത് എല്ലാത്തിനും തിരിച്ചു കൊണ്ടുവന്നിട്ട് ആലയെ അടച്ചിട്ട് ദുഷ്ടൻ കയറാതെ വേണം. അപ്പച്ചൻ കാവൽ നിൽക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. 99 ആടിനെ അപ്പച്ചൻ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഒരാടിനു വേണ്ടി അന്വേഷിച്ച് നടന്നവൻ ഇതാ മരുഭൂമിയിൽ കൂടെ അലഞ്ഞു നടന്നവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി. കണ്ണുനീരോടുകൂടി വേദനയോടുകൂടി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ പറഞ്ഞു, എൻ്റെ മകൻ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അറിയുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കൾ ചിലപ്പം വിളിക്കുന്നു, പക്ഷെ ആത്മാവ് കൊണ്ട് മൂത്ത മകനെ പോലെ അകന്നു നീക്കുന്നത് തിരിച്ചു കടന്നു വരട്ടെ. നിനക്ക് പരിശുദ്ധാത്മാവ് ചെയ്യണം. കൺഫ്രണ്ട് ദം, എൻകൗണ്ടർ ദം, ബ്രിങ് ദം ബാക്ക് ടു ദ ഫോൾഡ്. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഇതൊരു റിക്വസ്റ്റ് സ്വർഗത്തിലേക്ക് അയച്ച ഉത്തരമായിട്ട് കടന്നു വന്നാട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.